ഞാൻ മധ്യാകാശത്തിൽ കർത്താവിനോടുകൂടി ചേരുമ്പോൾ, യേശുവിനെ കാണുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്തുവാ? ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട്, ഓടിച്ചെന്ന് കർത്താവിനെ കെട്ടി പിടിക്കും. എനിക്കിപ്പോൾ ഈ ശരീരത്തിൽ കെട്ടിപ്പിടിക്കുവാൻ കഴിയത്തില്ല. നമുക്ക് സ്നേഹം കൂടുമ്പോൾ നമ്മൾ എന്തു ആലിംഗനമാണ് ചെയ്യുന്നില്ലേ? അങ്ങനല്ലേ? ഒത്തിരി നാൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാതിരിക്കുമ്പോൾ, അത് അപ്പനായിരിക്കും, അമ്മയായിരിക്കും, സഹോദരനായിരിക്കും, ഭാര്യ, ഭർത്താവ്, ഓടിച്ചെന്ന് നമ്മൾ എന്തുവാണ് ചെയ്യുന്നത്? ആദ്യം നമ്മുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? കെട്ടിപ്പിടിച്ച് നമ്മൾ കരയും. എത്ര വർഷമായിട്ട് നമ്മൾ കാത്തിരുന്നതായി കർത്താവിനെ ഒന്ന് താനായിരിക്കുന്നത് പോലൊന്ന് കാണുവാൻ. ഈ ശരീരത്തിൽ എനിക്കത് കഴിയത്തില്ല. ഇത് ജഡീക ശരീരം, തേജസ് നഷ്ടപ്പെട്ടു. പക്ഷേ കാഹളം ഊതുമ്പോൾ, മധ്യാകാശത്തിൽ ഞാൻ ചേരുമ്പോൾ, ബൈബിള് പറഞ്ഞോൾ താനായിരിക്കുന്ന പോലെ ഞാനുമാകും. സ്വർഗീയ ശരീരം പ്രാപിക്കുമ്പോൾ എനിക്ക് കർത്താവിനെ കാണാം. തേജസ്കരിക്കപ്പെട്ടവരായ യേശുവിനെ എനിക്ക് കാണാം. അപ്പോസ്തലൻ പറയുന്നില്ല, എനിക്കൊരു മനുഷ്യനായ യേശുവിനെ അറിയുവാനല്ല എനിക്ക് താല്പര്യം, തേജസ്കരിക്കപ്പെട്ടവനായ യേശുവിനെ അറിഞ്ഞ് വിശ്വസിച്ച് ആ യേശുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ആ ഒരു പ്രൈസ് ലോർഡ്, മഹത്വത്തിൽ വസിക്കുന്ന കർത്താവ്, ആ ഒരു സ്വർഗീയ പ്രത്യാശയിൽ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണടയ്ക്കുമ്പോൾ, നമ്മുടെ ഉൾക്കണ്ണുകൾ പ്രകാശിക്കുമ്പോഴാണ് നമുക്ക് കർത്താവിനെ തേജസ്സിലുള്ളവനായി. ആ മധ്യാകാശം എന്നുള്ള ആ ഒരു കാര്യം, റാപ്ചർ അല്ലെങ്കിൽ ഉൾപ്രാവണം, മധ്യാകാശത്തിൽ കാഹളമൂതുമ്പോൾ തൻ്റെ വിശുദ്ധന്മാർ, വിശുദ്ധിയോടുകൂടി തന്നെ കാത്തിരിക്കുന്നവരെ രണ്ടാമത് ചേർക്കുവാൻ യേശു വരുന്നു എന്നുള്ള വാക്യങ്ങൾ പലതും ബൈബിളിലുണ്ട്. കാഹളമൂതുമ്പോൾ സ്തോത്രം എന്തൊക്കെ ആ സമയത്ത് നടക്കും, തെസ്സലോനിക്കയിലൊക്കെ, അതൊന്നും വിശ്വസിക്കാത്ത ഒരു വലിയ സമൂഹം ദൈവമക്കൾ വരാൻ കാരണം അവരെ അങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ദൈവദാസന്മാരും ഇപ്പോഴത്തെ വലിയ കൂട്ടങ്ങളും ഒക്കെ അങ്ങനെ വിശ്വസിക്കുന്നത്. നല്ലപോലെ വിശ്വസോടുന്ന ദൈവദാസന്മാർ മാറി ചിന്തിക്കാൻ ഉദ്ദേശിച്ചത് നാശത്തിന് വേണ്ടി, മറ്റൊരു സുവിശേഷത്തിലേക്ക് മാറിപ്പോകുവാൻ. ഇപ്പോൾ പഠിക്കുന്ന ചെറുപ്പക്കാരായ പഴയ സഭകളിലെ ദൈവദാസന്മാർ പോലും, ബൈബിൾ കോളേജിലെയും എല്ലാം സാറുമാർ അങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ട് അവർ കർത്താവിൻ്റെ വരവിനെപ്പറ്റി അങ്ങനെ ചിന്തിക്കുന്നു. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പ്രീ ട്രിബുലേഷനിൽ വിശ്വസിക്കാതെ പോസ്റ്റ് ട്രിബുലേഷൻ എന്ന് വെച്ചാൽ അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തിൽ ഞങ്ങൾ ഇവിടെ കാണും, സഭ ഇവിടെ കാണും. കർത്താവിൻ്റെ വരവും മധ്യാകാശവും ഒന്നുമില്ല. അപ്പോൾ എന്തുവാ മധ്യാകാശം ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ദാറ്റ്സ് എ ജോഗ്രഫിക്കൽ ആസ്പെക്ട്. അതെന്തോ ഒരു, അവർക്ക് തന്നെ വ്യക്തതയില്ല, നമുക്ക് വ്യക്തതയുണ്ട്. സ്വർഗത്തിൻ്റെ ഭൂമിയുടെ മധ്യത്തിൽ, ഇൻ ദ മിഡ് സ്കൈസിൽ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദി സ്കൈസ് അല്ല, ഇൻ ദ മിഡ് സ്കൈസ്. ഹല്ലേലൂയ. എന്തോ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലം. എന്തായാലും മേഘത്തിൻ്റെ മണ്ടയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു ഘനമുള്ള സാധനമല്ലല്ലോ. നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അതൊരു ഹല്ലേലൂയ പ്രതിഭാസം മാത്രമാണല്ലോ, അതൊരു ഭൂമിയല്ലല്ലോ. കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലം, ആകാശം, ഇൻ മിഡ് എയർ. ദൈവം തൻ്റെ വിശുദ്ധന്മാർ 7 വർഷം ഇവിടെ അനുസരണക്കെട്ടവരെ ന്യായം വിധിക്കുമ്പോൾ ക്രോധകലശം കർത്താവ് ഇങ്ങനെ ഒഴിക്കും എഴുതിയിരിക്കുന്നത് അല്ലേ? ഓരോ ക്രോധകലശം, ഓരോ കാഹളമൂതുമ്പോൾ, ഓരോ മുദ്ര പൊട്ടുമ്പോൾ നടക്കാൻ പോകുന്ന കുടിവെള്ളം പോലും രക്തമായി തീരും. ലാസ്റ്റ് ഇവർ ഓടി നടന്നിട്ട് ഒന്ന് മരിക്കാൻ കൊതിക്കും, പക്ഷെ മരണം അവരിൽ നിന്ന് വിട്ട് ഓടിപ്പോകും. അതിൻ്റെ പാസ്റ്റർമാർ കാണും, അപ്പോസ്തലന്മാർ കാണും, ദൈവദാസന്മാർ കാണും. അതല്ലേ നമ്മൾ ബൈബിളിൽ കാണുന്നത്, എൻ്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. സമയം കളയാതെ ഇവിടെ നിന്ന് എന്നെ വിട്ട് ഞാനത് ചേർത്തതാണ്. വേറൊന്നും അല്ല. പിന്നെയും പ്ലീസ് വാതിൽ തുറക്കണമേ എന്ന് പറയുമ്പോൾ കർത്താവ് എന്തുവാ പറയുന്നത്? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നെ വിട്ട് ആൾക്കാർ പലപ്പോഴും പ്രാധാന്യത കൊടുക്കുന്നതും എരിവും തീഷ്ണതയോട് നിൽക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭമാണ്. കർത്താവ് മാർക്കിടുന്നത് ഏതിലാണ്? ഒത്തിരി എരിവ് കാണിച്ചവരുണ്ട് ബൈബിളിൽ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. ഒത്തിരി തീഷ്ണതയോട് നിൽക്കുവാൻ ആഗ്രഹിച്ചവർ നിന്നവരുണ്ട്. അവർ അവസാനം ആ ഓട്ടം കറക്റ്റായിട്ട് ഓടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ബിരുദ് പ്രാപിക്കുമോ ദൈവമക്കളെ? വിൽ ദേ ഗെറ്റ് ദ പ്രൈസ്? ഇല്ല. പിന്നെ ബിരുദ് പ്രാപിച്ചില്ലെങ്കിൽ അവരുടെ സ്ഥിതി എന്തുവാ? ഒന്ന് പറഞ്ഞേ. ഈ മധ്യാകാശം പോലെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ഇടയ്ക്ക് വല്ലതും ഉണ്ടോ സ്ഥലം സാധാരണ വിശ്വാസികൾക്കുള്ളത്? അങ്ങനെ ഇല്ലല്ലോ. ഉപമയിൽ എന്തുവാ പറഞ്ഞിരിക്കുന്ന? എബ്രഹാമിൻ്റെ മടിയിൽ പാതാളവുമായിട്ട് എന്തുവാ? വലിയൊരു
പിളർപ്പാണുള്ളത്. അവിടുന്ന് ആർക്കും ഇങ്ങോട്ടും വരുവാൻ കഴിയത്തില്ല. ഒരു സ്ഥലമേ ഉള്ളൂ, എബ്രഹാമിൻ്റെ മടി എന്ന് വിശേഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സിംഹാസനമുള്ള സ്ഥലം നമുക്ക് വേണ്ടി 2000 വർഷമായിട്ട് ഒരുക്കുന്ന വണ്ടർഫുൾ മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ, മാസ്റ്റർ ബിൽഡർ എന്നൊക്കെയാണ് യേശുവിനെ പറയുന്നത്. കർത്താവ് ഡിസൈൻ ചെയ്ത് ഞാനും അല്ലെ മണവാളനും മണവാട്ടിയും, നമ്മളാ മണവാട്ടി അല്ലല്ലോ, യേശുവിൻ്റെ കൂടെ വസിക്കുവാൻ ദൈവം ഡിസൈൻ ചെയ്ത് ഒരുക്കുന്ന ആ മനോഹരമായ കൊട്ടാരം എന്നൊന്നും പറയാൻ പറ്റത്തില്ല അല്ലല്ല, എൻ്റെ സ്വർഗീയ ഭവനം, ദൈവത്തിന് വസിക്കുവാനുള്ള, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്സിൽ ദൈവത്തിന് വസിക്കുവാൻ അവിടെ അയോഗ്യനായ എന്നെ, അങ്ങനെയല്ലേ വ്യക്തിപരമായിട്ടല്ലേ, അയോഗ്യനായ നമ്മളെ എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഞാൻ അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നത് അയോഗ്യനായ എന്നെ. ഇപ്പം നമ്മൾ ഏതാണ്ട് യോഗ്യരായോ? നമ്മുടെ പാരമ്പര്യ സ്വഭാവമൊക്കെ എല്ലാം പോയോ? നമ്മുടെ ബലഹീനതന്മേലെ എല്ലാം ജയം പ്രാപിച്ചോ? ഇപ്പോഴും ദ്രവ്യാഗ്രഹമൊക്കെ ഇച്ചിരി കയറി വരുന്നില്ലേ? ഇപ്പോഴും ജഡസ്വഭാവങ്ങളായ അസൂയയും കുശുമ്പും അഹങ്കാരവും സ്വാർത്ഥതയൊക്കെ ഇടയ്ക്ക് കയറി വരുന്നില്ലേ? കോപവും ക്രോധവും ഈർഷ്യയും ഒക്കെ കയറി വരുന്നില്ലേ? മത്സരമൊക്കെ ഇടയ്ക്ക് തോന്നിപ്പോകുന്നില്ലേ? പൂർണ്ണ രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിനെ ഉയർത്തേണ്ട വേദികളിലോ പബ്ലിക്കിലൊക്കെ ഇപ്പോഴും യേശുവിനെ ഒന്ന് ഉയർത്തുവാൻ, ഞാൻ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവളാ എന്നൊന്ന് പറയുവാൻ നമുക്ക് പലപ്പോഴും നാണം കേടല്ലേ? ആൾക്കാർ നമ്മളെ കളിയാക്കും എന്ന് വിചാരിച്ച് ഇടയ്ക്കൊക്കെ നമ്മൾ പറയും, ഇടയ്ക്കൊക്കെ പറയാതെ ഇരിക്കും, നമ്മൾ മിണ്ടാതെ ഇരിക്കും ഇല്ലേ? ബലഹീനരായ നമ്മളെ കർത്താവിനോടുകൂടി വസിക്കുവാൻ തിരഞ്ഞെടുത്ത ആ തിരഞ്ഞെടുപ്പിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രം. എന്നിട്ട് ഇവിടെ 2:15 ഇവിടെ പറയുന്നത്, യെസ്, വാക്കിനാലും ലേഖനത്താലും നിങ്ങളെ ഓർപ്പിച്ച ഓരോ വചനം എന്ത് ചെയ്യണം? പ്രമാണങ്ങളെയും മുറുക. നമ്മൾ പല സ്ഥലത്തു നിന്ന് ബൈബിളിൽ നമ്മൾ വായിച്ചു, കേട്ട വചനങ്ങൾ, ദൈവം നമ്മളോട് ഇടപെട്ടത് മുറുകെ പിടിച്ചുകൊള്ളാൻ. മറന്നുപോയി എന്ന് പറയുവാൻ പറ്റാത്ത ഒരു കാര്യമാണ് ദൈവം നമ്മളോട് സംസാരിച്ച ഓരോ കാര്യം. അതിൻ്റെ മാംസപ്പലകയിൽ കൊത്തിവെച്ചോളാൻ, എഴുതി വെച്ചോളാനാണ് ബൈബിൾ പറയുന്നത്. മറ്റുള്ള പല കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുമായിരിക്കും അല്ല, അതിലും അങ്ങനെയല്ലേ ഓർമ്മ എന്ന് പറയുന്നത്? അങ്ങനെയല്ല, നമ്മൾ എന്തിന് പ്രാധാന്യത കൊടുക്കുന്നു അത് നമ്മൾ ഓർക്കും. എനിക്ക് പലരെ അറിയാം, അവർ മനുഷ്യരെ മറക്കും. ചിലപ്പം ചില ആൾക്കാർക്ക് ഓർമ്മയേ ഇല്ല, പക്ഷേ വണ്ടിയുടെ നമ്പർ പ്ലേറ്റൊക്കെ ഓർക്കും. ചില ആൾക്കാരെ ഓർക്കുന്നത് ഐഡൻറ്റിറ്റി ആയിട്ട് ഫോൺ നമ്പർ ഓർക്കും. പണ്ടൊക്കെ വലിയ നീളത്തിലുള്ള ഫോൺ നമ്പർ, ലാൻഡ് ലൈൻ നമ്പറൊക്കെ ഉള്ള സമയം ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്ന വണ്ടിയുള്ള ആളല്ലേ, ഇന്ന വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് അല്ലേ, ഞാൻ വിചാരിച്ചു. മറ്റുള്ള പല കാര്യങ്ങൾ പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഓർമ്മയില്ല. അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം, അവർ നമ്മളെല്ലാവരും അങ്ങനെ എന്തിന് പ്രാധാന്യത കൊടുക്കുന്നു അത് നമ്മുടെ മനസ്സിൽ ഇറ്റ് സ്റ്റേയ്സ്. അതിനേക്കാൾ പ്രാധാന്യതയുള്ളൊരു കാര്യം വരുമ്പോഴായിരിക്കും ഇത് അല്ലെങ്കിൽ ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്ന വചനത്തേക്കാൾ, ദൈവത്തിൻ്റെ പ്രമാണത്തേക്കാൾ, ദൈവം നമ്മളോട് ഇടപെടലിനേക്കാൾ, ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തങ്ങളെക്കാൾ പ്രാധാന്യതയുള്ളത് എന്താ നിങ്ങൾ പറ? എന്തെങ്കിലും ഉണ്ടോ? മക്കളാണോ? ഭാര്യയാണോ? ഭർത്താവാണോ? പേരൻസ് ആണോ? ജോലിയാണോ? ഈ പ്രമാണത്തേക്കാൾ, ഈ ജീവൻ്റെ പ്രമാണത്തേക്കാൾ പ്രാധാന്യതയുള്ളത് ഒന്നുമില്ല. ഒന്ന് പറ മക്കളെ, ഒന്നും ഇല്ല. ദൈവസന്നിധി പറഞ്ഞാൽ അത് അങ്ങനെ ആയിരിക്കണം. 3-ാമത്തെ അധ്യായമാണല്ലോ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. സഹോദരന്മാരെ, കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാൻ. ഇവിടെ എഴുതിയിരിക്കുന്നത് വചനം നിങ്ങളുടെ അടുത്ത് എത്തി എങ്ങനെ വ്യാപരിച്ച പോലെ എല്ലായിടത്തും അങ്ങനെ വ്യാപരിക്കുവാൻ ഞങ്ങളെ ഓർത്ത് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. സ്തോത്രം. ഈ പല സ്ഥലങ്ങളിൽ എഫെസോസ് ദേശത്ത് എങ്ങനെ അവിടെ എഴുതിയിരിക്കുന്ന, ഇറ്റ് വാസ് എ ബീസ്ലി ഫൈറ്റ്, മൃഗയുദ്ധമായിരുന്നു. വചനം ഒന്ന് പ്രൂവ് ചെയ്യുവാൻ, അല്ലെങ്കിൽ വചനം ഒന്ന് സ്ഥാപിക്കുവാൻ പല സ്ഥലത്ത് പല സംസ്ഥാനത്തിലൊക്കെ പ്രവർത്തിച്ച ദൈവദാസന്മാർക്ക് അത് ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ചില സ്ഥലത്ത് പെട്ടെന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളുണ്ടാകും, ആൾക്കാരത് വിശ്വസിക്കും, ഏറ്റെടുക്കും. പെട്ടെന്ന് ട്രൈബൽസിനിടയിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഗ്രാമത്തിൽ കണ്ടിട്ടുണ്ട്, വിദ്യാഭ്യാസമുള്ളവരിടയ്ക്ക് കണ്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങൾ, ചില പീപ്പിൾ ഗ്രൂപ്പ്, ചില കമ്മ്യൂണിറ്റി, ചില സംസ്ഥാനത്തിലുള്ളവർ പെട്ടെന്ന് അത് സ്വീകരിക്കും. അവിടെ പെട്ടെന്ന് ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ജമ്മു തൊട്ട് പല സ്ഥലങ്ങൾ യാത്ര ചെയ്ത് പബ്ലിക്കായിട്ട് മീറ്റിംഗ് എടുത്തും ഞങ്ങളത് കണ്ടിട്ടുള്ള. ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ കേരളത്തിലാണല്ലോ ആൾക്കാരങ്ങോട്ട് വചനം ശരിക്കും പലപ്പോഴും സ്വീകരിക്കാത്തത്. സൗഖ്യപ്പെടുത്തുന്ന കർത്താവാന്ന് പറയുമ്പോൾ ഒരു സഹോദരി കഴിഞ്ഞിടയ്ക്കും ആ അനുഭവം പറഞ്ഞില്ലേ, ആന്ധ്രയെ വെച്ച് ഞങ്ങൾ ആദ്യം ഇവിടുന്ന് ഒരു മിനി ബസ്സൊക്കെ ഓടിച്ച് ഞങ്ങൾ തന്നെ ഓടിച്ച് വണ്ടി അടുത്ത് താമസിക്കാനൊക്കെ സൗകര്യം പോലും ഒരുക്കി അങ്ങ് പോയതാണ്.
ഒരു സഹോദരി അന്ന് പ്രസംഗിച്ചപ്പോൾ ഒരു സഹോദരി അത് വിശ്വസിച്ചു. ഇന്ത്യൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, ഹൈദരാബാദിൽ നിന്നൊക്കെ റിപ്പോർട്ട് കിട്ടിയതാണ്. ക്യാൻസർ അതിൻ്റെ സിവിയർ സ്റ്റേജാണ്, സൗഖ്യമില്ല, ബ്ലീഡിങ്ങോടുകൂടി പുള്ളിക്കാരത്തിക്ക് ആൾക്കാർ മുമ്പിൽ വരാൻ പോലും പറ്റാത്ത പുള്ളിക്കാരത്തി വിശ്വസിച്ചു, സൗഖ്യം എൻ്റെ ശരീരത്തിൽ ഒരു വ്യാപരിക്കുന്ന ശക്തി പുള്ളിക്കാരത്തി അനുഭവിച്ചു, സൗഖ്യം പ്രാപിച്ചു. മക്കൾ വന്ന് ഞങ്ങളോട് ആ മീറ്റിംഗ് കഴിഞ്ഞ് പറയുമ്പോഴാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവർ അവിടെ ഒരു ഇച്ചിരി കൂടിയ ആൾക്കാരാണ്. അവർ അങ്ങനെയാണല്ലോ, അവിടെ ഓരോ ഗ്രാമങ്ങൾ അവരുടെ തന്നെ കമ്മ്യൂണിറ്റി താമസിക്കുന്ന അവരുടെ കുടുംബക്ഷേത്രമുണ്ട്. വലിയ ലൈഫ് സൈസ് ഒരു അർജുനനെ അവിടെ ഞങ്ങളുടെ ഫോട്ടോ ഉണ്ട്, അർജുനനെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ അർജുനൻ്റെ മുൻപിൽ, ആ അർജുനനും അതിനോട് ചേർന്നാണ്, അതിനെ കൂടിൻ്റെ അകത്താക്കി വെച്ചിരിക്കുക, അതിനോട് ചേർന്നാണ് കടവ്, ആ അമ്പലക്കുളത്തിലേക്കുള്ള ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ട് താഴോട്ട് പോകുന്നു. അവരവിടുത്തെ പ്രധാന കുടുംബമായതുകൊണ്ട് ആ സഹോദരി, ആ ഭവനത്തിൽ അവിടെ സഹോദരിമാർക്ക് അമ്മ എന്നാണ് പറയുന്നത് തന്നെ. ഭയങ്കരമായിട്ട് പ്രാധാന്യതയുള്ളതും ഒരു കുടുംബത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ കേരളത്തിലെ രീതിയല്ല. കേരളം വിട്ട എല്ലായിടത്തും ഒക്കെ അങ്ങനെ സഹോദരിമാരാണ് ആ കുടുംബത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന. ആത്മീയ കാര്യത്തിന് അവരാണ് മുന്നിട്ട് നിൽക്കുന്നത്. അവർ വന്ന് ഒരു കാര്യം പബ്ലിക്കിൽ പറഞ്ഞാൽ അതെല്ലാവരും അമ്മ പറഞ്ഞു വന്നാൽ അങ്ങനെ എന്ന് പറയുന്ന ഒരു കൾച്ചറാണ്. ആ പുള്ളിക്കാരത്തി അവിടെ തന്നെ സ്നാനപ്പെടുത്തി. അമ്പലക്കുളത്തിൽ ആദ്യത്തെ ഞങ്ങളുടെ മിനിസ്ട്രിയുടെ, ഞങ്ങളുടെ ടീമിൻ്റെ 99-ലാണ് മിനിസ്ട്രിയുടെ, 94 തൊട്ട് ആന്ധ്രയിൽ സെക്കൻഡറാബാദിലൊക്കെ പോകുന്നുണ്ടെങ്കിലും അത് വേറെ ടീമിനോട് ചേർന്ന് ഞങ്ങളുടെ ടീമിൻ്റെ ആദ്യത്തെ സ്നാനം അമ്പലക്കുളത്തിൽ നടത്തി. വേറൊന്നുമല്ല, അവർ വിശ്വസിച്ചു. അവർ പിന്നീട് അവിടെ ഒരു സഭയുണ്ടായി. ഞങ്ങൾ അടുത്ത പ്രാവശ്യം അവിടെ 4-5 മാസത്തിന് ശേഷം വരുമ്പോൾ 10-30 പേര് കൂടുന്ന ഒരു സഭ ആ ദൈവദാസൻ നിമിത്തം അവിടെ ഉണ്ടായി. അതിൻ്റെ അടുത്തുള്ള ദൈവദാസനോട് ഞങ്ങളുടെ ഉണ്ടായിരുന്നു. പുള്ളിയാണ് ഇവിടെ വന്ന് ഫോളോ അപ്പ് ചെയ്ത് നല്ലപോലെ നിൽക്കുന്ന ഒരു കുടുംബമായിട്ട് തീർന്നു. ഇത് ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. എവിടെ ചെന്നാലും കേരളം വിട്ട് പലപ്പോഴും ചെല്ലുമ്പോൾ ആ വചനം പെട്ടെന്ന് സ്പ്രെഡാവും, പെട്ടെന്ന് സ്വീകരിക്കും. നമുക്ക് ഈ ബുദ്ധി കൂടുതലായതുകൊണ്ടായിരിക്കും. നമുക്ക് ബുദ്ധിയുണ്ട്, സാഹചര്യമുണ്ട്, നമുക്ക് കാര്യങ്ങളൊക്കെ ശരീരത്തിനകത്ത് നടക്കുന്ന ശാസ്ത്രമൊക്കെ അറിയാം. ക്യാൻസറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അസുഖം, അതങ്ങനെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇച്ചിരി കഴിഞ്ഞ് എന്ത് ചെയ്യും? കൂടും, സ്പ്രെഡാവും, മരിച്ചു പോവും. ഇവർക്കതൊന്നും അറിയാത്തതുകൊണ്ടാണോ അതോ അറിഞ്ഞിട്ടും കർത്താവിൽ വിശ്വസിക്കാനുള്ള മനസ്സുണ്ടായിട്ടാണോ? യേശു സൗഖ്യമാക്കുവാൻ, യേശു പ്രഭു എന്നൊക്കെ അവർ പറയുന്നത്, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഈ പ്രൈസ് ദി ലോർഡ്, യേശു മസീഹ് സൗഖ്യമാക്കുവാൻ ശക്തരാ നമ്മൾ പറയുമ്പോൾ അവരതങ്ങ് വിശ്വസിക്കും, അവർക്ക് സൗഖ്യം വ്യാപരിക്കും. ഇവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ അടുത്ത് തെസ്സലോനിക്കയിൽ വന്നപ്പോൾ നിങ്ങളുടെ ആ നല്ല ഹൃദയം, ആ ഓപ്പൺ ഹാർട്ട്, എ ഗുഡ് ഹാർട്ട്, വചനമായിട്ട് സ്വീകരിക്കുവാനും വിശ്വസിക്കുവാനും ദൈവം നിങ്ങൾക്ക് തന്ന ഒരു മനസ്സുണ്ടല്ലോ. ആ മനസ്സാണ് ഈ കാലഘട്ടത്തിൽ പലർക്കും ഇല്ലാത്തത് കേട്ടോ. ആ മനസ്സ് നിമിത്തമാണ് തെസ്സലോനിക്ക ദേശത്ത് പെട്ടെന്ന് വചനം സ്പ്രെഡായി. അതുപോലെ തന്നെ ഇപ്പം കൊരിന്തിൽ നിന്നാണ് ഇത് എഴുതുന്നത്. കൊരിന്തിലും ഞാൻ പറഞ്ഞ എഫെസോസിൽ അത് ഒരു മൃഗയുദ്ധം ചെയ്യേണ്ടി വന്നു. ആ ദേശശക്തി, അർത്തമീസ് ദേവി ആരാധിക്കുന്ന ദേശശക്തി ലോകം മുഴുവൻ സൗഖ്യത്തിനും ലോകം മുഴുവനും രക്ഷയ്ക്കും വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാകുന്ന അവിടെ യേശു ആണ് രക്ഷകൻ എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം കൂടി പറഞ്ഞു, ദേവിയെ തള്ളിപ്പറയുന്ന ഈ മനുഷ്യരെ എന്ത് ചെയ്യണം? കൊല്ലണം എന്ന് പറഞ്ഞിട്ടല്ലേ അവരെല്ലാം കൂടെ ആർത്തത്. ഈ പട്ടണം ആർക്കുള്ളതാണ്? ആ പ്രതിഷ്ഠയുടെ ആ പേരും പറഞ്ഞിട്ടാണ് ഈ പട്ടണം അവർക്കുള്ളതാണ്, ഇവിടെ വേറൊരു യേശു വേണ്ടെന്നൊക്കെ പറഞ്ഞ് ആർത്തത് നമുക്ക് കാണാമല്ലോ. അപ്പം അതുപോലെ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മൃഗയുദ്ധം ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. യെരുശലേമിലെ പ്രോബ്ലം എന്തുമായിരുന്നു? എത്ര വചനം പറഞ്ഞാലും ഞങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട്. ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ പോയ പോലെ ഞങ്ങൾക്ക് ആ ട്രഡീഷൻ അവരെ ആ യേശുവിൻ്റെ വചനം, ആത്മാവിലുള്ള പുതിയ നിയമ വചനം സ്വീകരിക്കാൻ തടസ്സം. ഓരോ സ്ഥലത്ത് ഓരോ കാര്യങ്ങളാണ് തടസ്സം. പക്ഷേ തെസ്സലോനിക്ക ദേശത്ത് ദ വേർഡ് ഓഫ് ഗോഡ് സ്പ്രെഡ് സ്വിഫ്റ്റ്ലി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത് പെട്ടെന്ന് വ്യാപരിച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങളിപ്പം പ്രവർത്തിക്കുന്ന സ്ഥലത്തും ഈ ദൈവവചനം എന്ത് ചെയ്യണം? പെട്ടെന്ന് വ്യാപരിക്കണം. ദൈവഭയത്തോടുകൂടി നമ്മൾ ആ വചനത്തെ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ വഴികൾ ചേഞ്ച് ചെയ്ത് യേശുവിൻ്റെ വഴികളിലേക്കാകുവാനൊരു മനസ്സ് നമുക്ക് വരുന്നില്ലേ? ദൈവവചനം നമ്മൾ അതുപോലെ അല്ലെങ്കിൽ അതുവരെ നമ്മുടെ ബുദ്ധി തടസ്സമായി. എത്ര വചനം ഇടപെട്ടാലും എനിക്കറിയാം എന്ത് ചെയ്യണം.
ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ പോകത്തുള്ളൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലിരുന്നാലുണ്ടല്ലോ, ഈ പല ടൈപ്പ് ദുഷ്ടഹൃദയത്തിൻ്റെ ഈ പല ടൈപ്പ് ആറ്റിറ്റ്യൂഡ് കൗൺസിലിങ്ങിലുമാണല്ലോ നിൽക്കുന്നത്. നമ്മൾ പലപ്പോഴും ആൾക്കാരുടെ ഈ കുറച്ചങ്ങോട്ട് സംസാരം ആദ്യം വന്ന് വളരെ മാന്യരായിട്ട് വന്ന് പലപ്പോഴും ഒരു ടേബിൾ ഇട്ടിട്ടൊക്കെ കൗൺസിലിംഗ് സെഷൻസ് ഇവിടെ ഉണ്ടാകും. അപ്പുറത്തും ഇപ്പുറത്തും ഞങ്ങൾ ഇരിക്കുമ്പോൾ വളരെ മാന്യരായിട്ടൊക്കെ സംസാരിക്കുന്ന വ്യക്തി പരിചയപ്പെട്ട് വരുമ്പോൾ ഹൃദയം തുറക്കുമ്പോൾ 2, 3, 4 മണിക്കൂർ വരെയൊക്കെ പലരോട് സംസാരിച്ചിട്ടുണ്ട്. ഇച്ചിരി കഴിഞ്ഞിട്ട് ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇങ്ങോട്ട് വരുമ്പോൾ, ഇത്ര ദുഷ്ടഹൃദയം, ഇത്ര സ്വാർത്ഥം നമുക്ക് പറയാൻ പറ്റത്തില്ല. മൂന്നാമത്തെ ആ ദാസനുണ്ടല്ലോ, ദുഷ്ടനും മടിയനുമായ ദാസൻ, ആ ദാസൻ്റെ ഹൃദയത്തിൽ വന്ന ആ ചിന്തകൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടോ? എന്തുവായിരുന്നു? ഞാനങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് യജമാനൻ നന്നാകണ്ട, ഇല്ലേ? അങ്ങനെ ഒരു വല്ലാത്ത ഹൃദയം, ഒരു വല്ലാത്ത ഭാഷയിലാണ് നമ്മുടെ നാട്ടിലൊരു ഭാഷയുണ്ട് അങ്ങനത്തെ ഹൃദയത്തെപ്പറ്റി. ഞാൻ ആ പദം ഉപയോഗിക്കുന്നില്ല, ദൈവസന്നിധിയിലാണല്ലോ നിൽക്കുന്നത്. ഒരു വല്ലാത്ത ഹൃദയം, ഒരു വൃത്തികെട്ട ഹൃദയം. ഞാൻ അങ്ങനെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് യജമാനൻ, അതൊന്ന്. രണ്ടാമത്, ഞാൻ വർദ്ധിപ്പിക്കുന്നത് എന്തിനാ? വർദ്ധിപ്പിച്ചാലും വർദ്ധിപ്പിച്ചില്ലേലും യജമാനൻ ഇത്രയൊക്കെ എനിക്ക് തരത്തുള്ളൂ. ആ ഒരു ഹൃദയം. അതുകൊണ്ട് ഞാൻ പണിത് യജമാനൻ നന്നാകണ്ടാത്തതുകൊണ്ട് ഈ താലന്ത് എന്ത് ചെയ്യുന്നു? ഞാനങ്ങ്. മറ്റേ 2 ദാസന്മാരെന്തോ ചെയ്തത്? സ്തോത്രം. വിശ്വസ്തയോടുകൂടി യജമാനന് വേണ്ടി പണിതാൽ മാത്രമേ ആ നീതി എൻ്റെ മേലും വെളിപ്പെടുത്തുള്ളൂ. ജോലി സ്ഥലത്ത് പോലും ബൈബിൾ എന്തോ പറയുന്നതെന്നറിയാം, മനുഷ്യർക്ക് വേണ്ടിയല്ല, ദൈവത്തിനു വേണ്ടി എന്ന പോലെ ചെയ്യുവിൻ. കാര്യം പ്രതിഫലം കൊടുക്കുന്നത് നിൻ്റെ ബോസ് അല്ല. പ്രതിഫലം ബോസിനെ ഉപയോഗിക്കുന്നതായിരിക്കും ഒരു മീഡിയ ആയിട്ട് നിനക്ക് ശമ്പളം തരാൻ. പ്രതിഫലം തരുന്നത് ദൈവമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പല സ്ഥലത്ത് ജോലിയിലായിരിക്കുന്നവർ ഓർത്തോണം, ദൈവമക്കൾക്കൊരു ക്വാളിറ്റി ഡിഫറൻസ് എല്ലായിടത്തും ഉണ്ടാകണം. താമസിക്കുന്ന സ്ഥലത്ത് അയൽവക്കക്കാർ മനസ്സിലാവും ദെയർ ഈസ് എ ഡിഫറൻസ്, ബിക്കോസ് ഈ വചനമാണ് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നത്. നമ്മൾ ഇടപെടുന്ന ഓരോരുത്തരും, നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരും, നമ്മളോട് ദോഷം ചെയ്യുന്ന ശത്രുക്കൾ പോലും മനസ്സിലാകണം ഒരു ഡിഫറൻസ് ഉണ്ട്. കാര്യം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവവചനം. എന്നിട്ട് ഇവിടെ 2-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ, വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഇത് ദൈവമക്കളുടെ ഇടയ്ക്ക് ഉണ്ട്. അങ്ങനെയുള്ളവരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്, അല്ലാതെ ജാതികളെ പറ്റി വല്ലാത്തവരും. ഇവിടെ അതിൻ്റെ ഒരു മൂലഭാഷയിൽ എഴുതിയിരിക്കുന്ന അൺറീസണബിൾ, ഇംഗ്ലീഷിൽ അൺറീസണബിൾ, ഗ്രീക്കിൽ അറ്റോപ്പോസ് ഒരു പദമാണ്. ഒരു ക്രമമില്ലാത്ത ജീവിതം, ഒരു ജീവിതത്തിൽ ഒരു ഓർഡർ ഇല്ലാതെ ജീവിക്കുന്ന ക്രമം കെട്ടവരിൽ നിന്ന് എന്ത് ചെയ്യണം? വിട്ടു നിൽക്കണം. വേറൊരു ഭാഗത്തും പറയുന്നുണ്ടല്ലോ, ക്രമം കെട്ടവരിൽ എന്ത് ചെയ്യണം? വിട്ടു നിൽക്കണം. ദുഷ്ടഹൃദയമുള്ളവരും ക്രമം കെട്ട ജീവിത ശൈലിയുള്ളവർ, അവരിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങ് മാറി. നമ്മളൊക്കെ എങ്ങനെയുള്ളവരായിരുന്നു? നമ്മുടെയൊക്കെ അപ്പൻ്റെ അമ്മയുടെ കുടുംബ സ്വഭാവമൊക്കെ ഉള്ളവരായിരുന്നു. എല്ലാവരുടെയും പാരമ്പര്യ സ്വഭാവം അത്ര നല്ലതൊന്നും അല്ല. ഒരു നല്ല ഭാഗമുള്ളപ്പോൾ തന്നെ എന്തുണ്ട്? ഒട്ടും കൊള്ളാത്ത ഒരു ദുഷ്ടഭാഗവും ഈ പാരമ്പര്യ സ്വഭാവത്തിൻ്റെ അകത്തുണ്ട്. അത് എന്നിലും ഉണ്ട്, നിങ്ങളിലും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ബൈബിൾ എന്തോ പറയുന്നത്? ആ ദുഷ്ടഹൃദയം, ഈ ദുഷ്ടഹൃദയം ഞാൻ നേരത്തെ പറഞ്ഞ 1-2 എക്സാമ്പിൾസാണ്. സ്വാർത്ഥത, എൻ്റെ കാര്യം നടക്കണം, മറ്റുള്ളവർ എന്ത് നടന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം, ഞാനും എൻ്റെ കുടുംബമൊക്കെ ഞങ്ങൾ സൂപ്പറായിരിക്കണം, ടോപ്പായിരിക്കണം. അത് എന്തുവാണ്? ആ ഹൃദയത്തെ എന്തുവാ പറയുന്നത്? ബൈബിൾ എന്തുവാ പറയുന്നത്? ദൈവം എങ്ങനെ കാണുന്ന അങ്ങനെയാണോ? യെസ്. ഞങ്ങളുടെ കാര്യം മാത്രം നന്നായിട്ട് നടക്കണമെന്ന് ചിന്തിച്ചാൽ യേശു പറയുന്നത് എൻ്റെ ഹൃദയമല്ല, അത് ആ ലൂസിഫറിൻ്റെ ഹൃദയമാണ്. അതുപോലെ ആയി തീരാനാണ്. അത് എല്ലാ ജാതികൾക്കുള്ള ഹൃദയമല്ലേ? ഞങ്ങളുടെ കാര്യം മാത്രം സൂപ്പറായിട്ട് നടക്കണം എന്ന് പറഞ്ഞ് ജാതികൾക്കുള്ള അന്യാരാധന ചെയ്യുന്ന ജാതികൾക്കുള്ള ഹൃദയമല്ലേ? അവരാരെ ആരാധിക്കുന്നു അവരെ പോലാകുന്നു. അങ്ങനെയല്ലേ ബൈബിൾ പറയുന്നത്? നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത്? യേശുവിനെ ആരാധിക്കുന്നെങ്കിൽ യേശുവിൻ്റെ അതേ ഹൃദയം, ആ ഭാവം തന്നെ. ലെറ്റ് ദ സെയിം മൈൻഡ് ഓഫ് ജീസസ് ബി ഇൻ യു. തീരുമാനമെടുക്കാം നമുക്ക് ദൈവസന്നിധിയിൽ. അതുമായിട്ട് വ്യത്യസ്തമായിട്ട് എവിടെയെങ്കിലും ഒരു സ്വാർത്ഥത നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇത് ദൈവസന്നിധിയിൽ ഒരു പണിക്കായിട്ട് അങ്ങ് സമർപ്പിക്കാം. കർത്താവേ, അങ്ങയുടെ ഹൃദയം പോലാകാതിരിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എൻ്റെ ഈ പാരമ്പര്യ ചിന്താഗതി, എൻ്റെ ഈ ലൗകിക കാഴ്ചപ്പാടൊന്ന് മാറ്റി കർത്താവിൻ്റെ മനസ്സ് പോലെ എൻ്റെ വചനം കേട്ട് മുൻപോട്ട് പോകുമല്ല ദൈവമക്കളെ, തീരുമാനമെടുക്കാം. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ദുഷ്ടഹൃദയം എന്ന് കർത്താവ് വീടും 2-ാമത്തെ വാക്യത്തിലും പറയും. അക്രമം കെട്ടവർ, ഒന്ന് ദുഷ്ടത. ഞാൻ പറഞ്ഞില്ല, ദുഷ്ടനും മടിയനുമായ ദാസൻ. ഇങ്ങനെയുള്ള ആൾക്കാർ
നമ്മുടെ സഭയിലുണ്ടെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിലും ഇനി കൂടി വർക്ക് ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ പോലും ഞാൻ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കൂടെയൊക്കെ പല എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നമ്മുടെ കൂടെ ജോലി സ്റ്റാഫായിട്ടൊക്കെ ജോലി ചെയ്യുന്നവർ പലരും വന്നു പോയിട്ടുണ്ട്. അതിനകത്ത് ഇതുപോലെ ദുഷ്ടഹൃദയമുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ അതിനാൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ സ്ഥാപനം എന്ത് ചെയ്യത്തില്ല, നന്നാകത്തില്ല. കാര്യം അങ്ങനെയുള്ള ജോലിക്കാർ അവർ അതിനകത്തൊരു ആത്മാർത്ഥത ഇല്ലെന്ന് മാത്രമല്ല, അത് വലിയ ദോഷമാണ്. പതുക്കെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ദൈവം തന്നെ അങ്ങനെയുള്ളവരെ അങ്ങ് മാറ്റി. ഹല്ലേലൂയ, പ്രതിഫലം കിട്ടുന്നതല്ല, ശമ്പളം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പണിയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആത്മാർത്ഥത. അപ്പം അതില്ലാത്ത ഒരാളെ ബൈബിള് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവർ ദൈവമക്കളുടെ ഇടയ്ക്കുണ്ടെന്ന്. ദുഷ്ടഹൃദയവും ക്രമമില്ലാത്ത ജീവിതവും. ഞാനെപ്പോഴും നമുക്കറിയാം, ഈ ക്രമം എന്ന് പറയുമ്പോൾ ഇത് വ്യക്തിത്വത്തെ ടച്ച് ചെയ്യുന്നൊരു വിഷയമാണ്. വ്യക്തിത്വത്തെ തൊടുമ്പോൾ ആൾക്കാരെ ഇളകും. അതിനി എന്നോട് ആരെങ്കിലും ഉപദേശിക്കാൻ വന്നാലും, ഇനി ഒരു ഉപദേശി അല്ലെങ്കിൽ വേറൊരു ദൈവദാസൻ നിങ്ങളെ ഉപദേശിക്കാൻ വന്നാലും ആരും പഠിപ്പിക്കാനൊന്നും വരണ്ട, എനിക്കാരും അറിയാം. ഇനി അവർ സ്നേഹിച്ചോ ബഹുമാനിച്ചോ തുറന്ന് പറഞ്ഞില്ലെങ്കിലും പിന്നെ പാസ്റ്റർ അങ്ങനെയൊക്കെ പറഞ്ഞു, ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യത്തുള്ളൂ ചിന്തിക്കും. പാസ്റ്ററിന് സ്വന്തം പറയാൻ പാടില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്തി വചനം ഇതാണല്ലോ പറയുന്ന സഹോദര സഹോദരി എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, അത് നമ്മളോടൊന്ന് പരിശോധിക്കണം. വചനം അങ്ങനെ പറയുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാറിയേ പറ്റും. കാര്യം പരിശുദ്ധാത്മാവ് ഒരാളോട് മാത്രമല്ല പ്രവർത്തിക്കുന്നത്. അനന്യാസിനോടും പറയും, പൗലോസ് ആകണ്ട ശൗലോടും ദൈവം എന്ത് ചെയ്യും പറയും. ദൈവം എപ്പോഴും ഒരു കൺഫർമേഷൻ ഉണ്ട്, അവിടും പറയും ഇവിടും പറയും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പലരോട് പലത് പറയത്തില്ല. സ്തോത്രമാൽ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു 2-ാമത്തെ വാക്യത്തിലും ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന്, ദുഷ്ടരും ക്രമമില്ലാത്തവ ആൾക്കാരിൽ നിന്ന് എന്ത് ചെയ്യണം? ഇത് ചെറിയ വിഷയമാണെങ്കിൽ താൻ തന്നെ പ്രാർത്ഥിച്ച് അതങ്ങ് സോൾവ് ചെയ്തേനെ. സഭയുടെ പ്രാർത്ഥന വളരെയധികം പ്രയോജനമുള്ളതാണ്. സഭയോട് റിക്വസ്റ്റ് ചെയ്യുവാനുള്ളത് കാശൊന്നുമല്ല. മറ്റുള്ള സഭ അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കുന്ന, തൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭ ഇവിടെ 2 കാര്യമാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, സ്തോത്രം, നിങ്ങളുടെ മധ്യത്തിൽ തെസ്സലോനിക്ക ദേശത്ത് വചനം സ്പ്രെഡ് ആയതുപോലെ ഞങ്ങളിപ്പം പ്രവർത്തിക്കുന്ന ദേശത്തും വചനം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആകുവാൻ നിങ്ങളും എന്ത് ചെയ്യണം? ആൾക്കാർ സ്വീകരിക്കണം. വചനമാകുന്നത് പോലെ അത് ഏറ്റെടുത്ത് അടുത്ത ആളെ അവർ തന്നെ പഠിപ്പിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാരായി നിങ്ങൾ പ്രാർത്ഥിക്കണം. 2-ാമത്, ദുഷ്ടരും ക്രമമില്ലാത്ത ഈ ആൾക്കാരിൽ നിന്ന് ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സമയം കളയുമെന്ന് മാത്രമല്ല, ദൈവദാസന്മാർക്ക് എപ്പോഴും അറിയാം, നമ്മുടെ ദൈവമക്കൾക്കും നമുക്ക് ഈ നീറുന്ന അനുഭവങ്ങൾ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇല്ലേ? നമ്മളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, നീറുന്ന അനുഭവങ്ങൾ, അത് എത്ര കുടഞ്ഞാലും പോകത്തില്ല, പൽസിച്ചാലും പോകത്തില്ല, മറക്കാൻ ശ്രമിച്ചാലും മറക്കത്തില്ല. ഞാൻ പോലും മനുഷ്യനല്ലേ, എന്തെങ്കിലുമൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്ന ആരെങ്കിലും കൂടി മനുഷ്യരാണ് ഇതിൻ്റെ കാരണമായി തീരുന്നത്. അത് ഏതുപോലത്തെ മനുഷ്യരാണെന്ന് എഴുതിയിരിക്കുന്നത്? ഇവിടെ എഴുതിയിരിക്കുന്നു ദുഷ്ടഹൃദയമുള്ളവരും ക്രമം കെട്ട് നടക്കുന്നത്. അത് നമ്മൾ പോലും മാനുഷ്യമായിട്ട് നമ്മൾ ഓപ്പണായിട്ട് പറയണമല്ലോ. ഞാൻ പോലും പലപ്പോഴും മറക്കാൻ ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ ചില സമയത്ത് വചനവുമായിട്ട് എടുത്തിരിക്കുമ്പോൾ ഇതുപോലുള്ള നീറുന്ന അനുഭവങ്ങൾ കയറി വരും. ഞാൻ പ്രാർത്ഥിക്കും, പലപ്പോഴും പോകുന്നില്ല ആ ചിന്ത. ചിലതൊക്കെ ദൈവം അനുഭവിക്കുന്നതായിരിക്കും. പക്ഷേ ഈ നീറുന്ന അനുഭവങ്ങൾ നമ്മുടെ ഒത്തിരി സമയം കളയും. ഈ വചനം ദൈവത്തിൽ നിന്നൊരു ദൈവാലോചന കിട്ടണമെങ്കിൽ ഏകാഗ്രത വേണം, ഒരു സന്തോഷമുള്ളൊരു ഹൃദയം വേണം, ഒന്ന് പ്രാർത്ഥിക്കാൻ തോന്നണമെങ്കിൽ. നമ്മുടെ ആ സന്തോഷത്തിൽ നിന്നും ആ ഏകാഗ്രതയിൽ നിന്നും സമാധാനത്തിൽ നിന്നും മാറ്റിക്കളയും ഇതുപോലെ പല ആൾക്കാരിൽ നിന്നുണ്ടായ നീറുന്ന അനുഭവങ്ങൾ. അതിങ്ങനെ നീറി നിൽക്കും. പൗലോസ് പറയുക, ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഇപ്പം ഡിസ്റ്റർബൻസ് ആയിട്ട് നിൽക്കുന്ന ഇറ്റ്സ് എ സ്പിരിറ്റ് ഓഫ് ഡിസ്റ്റർബൻസ്. ആ ഇപ്പം നിൽക്കുന്ന ഡിസ്റ്റർബൻസ് എന്തുവാണെന്നറിയാം? ഇങ്ങനെ ദുഷ്ടഹൃദയമുള്ളവരും ക്രമം കെട്ട് നടക്കുന്ന ദൈവമക്കൾ. ജാതികളല്ല, ജാതികളെ പറ്റി അല്ല പറയുന്നത്. ജാതികൾക്ക് ക്രമമില്ല. അവർ ക്രിസ്തുവിലാകുമ്പോഴല്ലേ അവരൊരു പുതിയ സൃഷ്ടിയാകുന്നത്. ഇത് ക്രിസ്തുവിലായ ദൈവമക്കളെ പറ്റിയാണ് പറയുന്നത്. ക്രമമില്ലാത്ത, ഞാൻ പറഞ്ഞില്ലേ, ജീവിതം ഒരു ഓർഡറിൻ്റെ ഒരു ജീവിതമാണ്. 1 കൊരിന്ത്യർ 14-ാം അധ്യായം എടുക്കണ്ട. ആ അധ്യായം മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളെയും വരങ്ങളെയും ആവശ്യകതയും അഭിഷേകത്തെയും പറ്റി പറഞ്ഞിട്ട് ലാസ്റ്റിൽ പറയുക, ശുശ്രൂഷകളൊക്കെ കൃപാവരങ്ങൾ ഒത്തിരി ഉണ്ട്. ലെറ്റ് എവ്രിതിങ് ബി ഡീസൻറ്റ് ആൻഡ് ഇൻ ഓർഡർ. എല്ലാം ക്രമവും ഉചിതവുമായിട്ട് തീരട്ടെ. ക്രമം, ഞാൻ പറഞ്ഞില്ലേ, നമുക്കിഷ്ടപ്പെടാത്ത ഒരു കാര്യം, നമുക്കിഷ്ടമല്ലാത്ത ഒരു കാര്യം അക്രമം.
പക്ഷെ ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നു, എല്ലാം എന്തായിത്തീരട്ടെ? ക്രമത്തിലായിത്തീരട്ടെ. ദൈവവചനത്തിന് എന്തുണ്ട്? ഒരു ക്രമമുണ്ട്. പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലിവിങ് അല്ലെങ്കിൽ ഒരു പ്രായോഗിക ക്രിസ്തീയ ജീവിതം, ഹല്ലേലൂയ, പ്രൈസ്, ഓർഡർ ഇല്ലാത്ത ജീവിതമല്ല. ആ ക്രമം തീരുമാനിക്കുന്നത് ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ലോകത്തിൻ്റെ നിയമമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ, ദൈവത്തിൻ്റെ വചനമാണ്. അപ്പം ക്രമം കെട്ട് നടക്കുന്നവർ ദൈവമക്കളിൽ നിന്ന്, ദുഷ്ടഹൃദയമുള്ള ദൈവമക്കളിൽ നിന്ന് സ്തോത്രം മാറി നിൽക്കാനാണ് ഇവിടെ പറയുന്നില്ലേ. ഞങ്ങളെ അങ്ങനെയുള്ളവരിൽ നിന്ന്, ഞാൻ പറഞ്ഞത് ചെറിയ വിഷയമല്ല, ഭയങ്കരമായിട്ട് അപ്പോസ്തലൻ ഡിസ്റ്റർബ് ചെയ്യുന്നു. താൻ ചെറിയ വിഷയമാണ്, താനത് മൈൻഡ് ചെയ്യത്തില്ല. അത് മിനിസ്ട്രിയെ ഡിസ്റ്റർബ് ചെയ്യുന്നു, മിനിസ്ട്രിയുടെ ഏകാഗ്രതയെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അങ്ങനെയുള്ളവരിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ ആ ഭാഗം. മൂന്നാമത്തെ അധ്യായമാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2 തെസ്സലോനിക്കർ 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, തെസ്സലോനിക്ക ദേശത്ത് വചനം സ്പ്രെഡ് ആയതുപോലെ പ്രൈസ് ലോർഡ്, ഞങ്ങൾ ഇപ്പം പ്രവർത്തിക്കുന്നതും എല്ലായിടത്തും ഈ വചനം ഒന്ന് വ്യാപരിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്, ദുഷ്ടഹൃദയമുള്ളവർ, ക്രമം കെട്ട് നടക്കുന്നവർ. ഈ ദുഷ്ടഹൃദയമുള്ളവർ, ഞാൻ എപ്പോഴും നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവർക്ക് എല്ലാത്തിനും പരാതിയാണ്. 3-ാമത്തെ ദാസൻ എന്തുവാ പറഞ്ഞത്? യജമാനൻ ശരിയല്ല, യജമാനൻ്റെ ഒരു സ്വഭാവം അത്ര നല്ലതല്ല, യജമാനൻ ദുഷ്ടനാണ്, എത്ര ചെയ്താലും ഇങ്ങനെയൊക്കെ ഉള്ളൂ എന്നറിഞ്ഞുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഇങ്ങനെ ചെയ്തത്. ഞാൻ പറഞ്ഞ ആ ഒരു ദുഷ്ടഹൃദയത്തിൻ്റെ ഒരു പ്രോബ്ലം, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, നിത്യ നരകത്തിൽ പല്ലുകടിയും കരച്ചിലും ഒക്കെ ഉള്ളിടത്ത് അവനെ അങ്ങ് ഇട്ടേക്കാനാണ് യജമാനൻ ദാസനോട് പറഞ്ഞത്. മറ്റുള്ളവർ താലന്തുകൾ വ്യാപാരിച്ച് വിശ്വസ്തയോടുകൂടി യജമാനൻ ഏൽപ്പിച്ച ജോലി ചെയ്തവർ അധികം വിഷയങ്ങളുടെ മേൽ, വലിയ വലിയ വിഷയങ്ങളുടെ മേൽ പുതിയ ശുശ്രൂഷകൾ കൊടുത്ത് അവനെ വിചാരകനാക്കി തീർക്കുമ്പോൾ അദുഷ്ടനും മടിയനുമായതുകൊണ്ട് അങ്ങനെ ദുഷ്ടഹൃദയമുള്ളവരും ക്രമം കെട്ട് നടക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുവാൻ വേണ്ടി ഒത്തിരി സമയം നമ്മുടെ കളയും, ഒത്തിരി ഡിസ്റ്റർബ് ചെയ്യും. അങ്ങനെയുള്ളവരെ ദൈവകരങ്ങൾ ഏൽപ്പിക്കാൻ അത് ചിന്തിക്കേണ്ട. ഹല്ലേലൂയ. ബട്ട് മൈ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. 3-ാമത്തെ വാക്യത്തിൽ ദൈവം വിശ്വസ്തൻ. എല്ലാവരും ഇങ്ങനെയുള്ള ആൾക്കാരല്ല, പക്ഷെ ദൈവം വിശ്വസ്തൻ. ദൈവം വിശ്വസ്തനാണ്. ആൾക്കാർ വിശ്വസ്തരല്ലായിരിക്കും, പക്ഷെ ദൈവം വിശ്വസ്തൻ. കാരണം ഇങ്ങനെയുള്ള ഡിസ്റ്റർബൻസ്, ഇങ്ങനെയുള്ള സ്പിരിറ്റ് ഓഫ് ഡിസ്റ്റർബൻസ് കർത്താവിലൊന്ന് ഏകാഗ്രതയോടുകൂടി വളരെ, അതുകൊണ്ടാണ് മുറുകെ പറ്റുന്ന ഭാരവും പാപവും ഒക്കെ വിട്ടിട്ട് എന്ത് ചെയ്യണം? ഓടുന്നവർക്കറിയാമല്ലോ, ഫ്രീ ആയാലേ നമ്മുടെ മനസ്സൊന്ന്, ദൈവസന്നിധിയിൽ പലപ്പോഴും ആൾക്കാർ വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഹൃദയം ഒന്ന് ഫ്രീ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ചില സമയത്ത് പാടുമ്പോഴും ആരാധിക്കുമ്പോഴും ഒക്കെ ചിലർ നോക്കി എന്നാ കാരണം? ചിലർ ഉറങ്ങിപ്പോകുന്നു, ചിലർ വല്ലാതായിപ്പോകുന്നു, ചിലർ അസ്വസ്ഥപ്പെടുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ലാത്തതുകൊണ്ടല്ല, കർത്താവ് അവരുടെ മേൽ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറയ്ക്കുവാൻ കഴിയുന്നില്ല? അവർക്കൊന്ന് ദൈവസന്നിധിയിൽ ഫ്രീ ആകുവാൻ കഴിയാതെ എന്തൊക്കെയോ ബന്ധനത്തിൽ ബന്ധിച്ച് വെച്ചിരിക്കും, എന്തൊക്കെയോ ചിന്തകളിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ശക്തിയിൽ ആയിപ്പോകും. സ്തോത്രം. ദൈവസന്നിധിയിൽ ഒന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് പ്രത്യേകിച്ച് ചില ആൾക്കാർ പറയും, ഇന്ന പാട്ട് പാടിയാൽ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആ പാട്ട് മാത്രം പാടിയാലൊന്നും അല്ല പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നത്. ചിലർ പറയും സ്ലോ പാട്ട് പാടാതെ സ്പീഡിൽ പാടണം. ഡ്രം കൊട്ടുന്നവരോടൊക്കെ ഈ പാടുന്നവർ പലപ്പോഴും ഈ വർഷിപ്പ് ലീഡേഴ്സ് എന്ന് അവരെ തന്നെ വിശേഷിപ്പിക്കുന്നവരൊക്കെ ഇച്ചിരി കഴിഞ്ഞിട്ട് ഈ ഡ്രമ്മറിൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്ന കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ പോരാ, പുതിയ പിള്ളേരാണ് വന്നിരിക്കുന്നത്, പോരാ, മറ്റേ പുള്ളി കൊട്ടുന്ന ഇത് കൊട്ട് പോരാന്നൊക്കെ പറയും. കൊട്ടിൻ്റെ സ്പീഡില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല? ആരാധന വെളിപ്പെടുത്തില്ലെന്ന് അവർ പറയുന്നത്. അങ്ങനെയാണോ ദൈവമക്കളെ? അല്ല, ഇതങ്ങനൊന്നും അല്ല. ചില ഇതിൽ പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങി വീഴുന്ന പരിപാടി ഒന്നും അല്ല. അങ്ങനെയൊക്കെ ലോകത്തിൽ പല പരിപാടികളൊക്കെ ഉണ്ട്. സ്തോത്രം. അല്ല, അതൊന്നും അല്ല ദൈവമക്കളെ. പതുക്കെ പാടിയാലും ഇനി പാടിയില്ലെങ്കിലും നമ്മൾ ഒരുക്കത്തോട് ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ഏലിയാവ് പ്രൈസ് ലോർഡ് അന്ന് ക്രമീകരണം പ്രാപിച്ചിട്ട് കല്ലുകളൊക്കെ അടിസ്ഥാന ഉപദേശങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി പ്രമാണപ്രകാരം ഒന്ന് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ തീ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവിടെ വ്യാപരിച്ചു. ദൈവത്തിൻ്റെ ശക്തിയാ വ്യാപരിച്ചത് എന്ന് മനസ്സിലാകുവാൻ ചില അടയാളങ്ങളോട് അവിടെ ചെയ്തിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ചില ദൈവപ്രവൃത്തികളോട് അവിടെ വെളിപ്പെട്ടു. വെള്ളവും കത്തി, കല്ലും കത്തി,
ദഹിക്കേണ്ടതല്ല, എന്ത് ചെയ്തു? ദഹിച്ചു. ദൈവശക്തി വെളിപ്പെട്ടു എന്ന് ജാതികൾ മനസ്സിലാകുമാറ്, ദൈവശക്തി വെളിപ്പെട്ടു എന്ന് ബാലിന്റെ പ്രവാചകന്മാർ, ദുരുപദേശത്തിൻ്റെ വക്താക്കൾ മനസ്സിലാകുമാറ്. അവരുടെ കൂടെ നിൽപ്പുണ്ട് ഒരു മെജോറിറ്റി ഇസ്രായേൽ. ഏലിയാവിൻ്റെ കൂടെ അല്ല. ഈ ദൈവമക്കൾ നിൽക്കുന്ന എവിടാ? ഈ ബാലിന്റെ പ്രവാചകന്മാരുടെ. അവരെല്ലാവരും മനസ്സിലാകണം പ്രമാണപ്രകാരം. അതുകൊണ്ട് പ്രമാണമില്ലാത്തവരെയും ക്രമമില്ലാത്തവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പക്ഷെ ദൈവം വിശ്വസ്തൻ. ഒത്തിരി പേര് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഇങ്ങനെയൊക്കെ ആയി പോകുമ്പോൾ, ഒത്തിരി പേര് ലോകജ്ഞാനത്തിൽ വചനത്തെ അനലൈസ് ചെയ്യുമ്പോൾ, ഒത്തിരി പേര് മാറിപ്പോകുമ്പോൾ, ഈ ദുഷ്ട ആൾക്കാരിൽ നിന്ന് അല്ലെങ്കിൽ പ്രൈസ് ലോർഡ് കർത്താവിനെ ഭയപ്പെട്ട് ക്രമീകരണം പ്രാപിക്കണം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു വിഷയം ഇടപെട്ടാൽ ഞാൻ തീരുമാനമെടുക്കണം. ദാവീദിനെ പോലും നെടുമ്പാട് വീണ് കരയുന്നതുകൊണ്ട് ഒരു തെറ്റില്ല. ഞാൻ എൻ്റെ ഭാര്യയുടെ മുമ്പിലും മക്കളുടെ മുമ്പിലും സഭക്കാരുടെ മുമ്പിലും ചിലപ്പോൾ നെടുമ്പാടൊന്നും വീണ് കരഞ്ഞെന്ന് വരത്തില്ല. എൻ്റെ ഈഗോ അല്ലെങ്കിൽ വ്യക്തിത്വം ചിലപ്പോൾ അത് അനുഭവിച്ചെന്ന് വരത്തില്ല. പക്ഷേ എൻ്റെ മുറിക്കകത്തോട്ട് പോയി കതക് അടച്ചിട്ട് ഏകനായിട്ടുള്ളപ്പോൾ എനിക്ക് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യാം? കരയാം, നെടുമ്പാട് വീഴാം. ക്രമീകരണം പ്രാപിക്കേണ്ട ഏരിയയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുമ്പോൾ ക്രമീകരണം പ്രാപിക്കുമ്പോഴാണ് ദൈവം കൂടുതൽ ആത്മാവിൻ്റെ ശക്തിയാൽ ദൈവം നമ്മളെ നിറയ്ക്കുന്നത്. ഹല്ലേലൂയ. ദൈവവചനം വെളിച്ചമാണ് ദൈവമക്കളെ. അത് വെളിച്ചമായിട്ട് എൻ്റെ ജീവിതത്തിൽ വ്യാപരിക്കണമെങ്കിൽ ആദ്യം ദൈവം പറഞ്ഞ കാര്യം ഞാൻ അനുസരിക്കണം. ഇല്ലേ? ദൈവം പറഞ്ഞ കാര്യം അനുസരിക്കുമ്പോഴാണ് അടുത്ത ഡ്യൂട്ടി. ദൈവം എന്നെ വിശ്വസ്തനെന്ന് എണ്ണണം. ഇതിങ്ങനെ യുഎന്നോട് ഫുഡ് പാക്കറ്റ് കൊടുക്കുന്ന പോലെ കൃപാവരങ്ങൾ ഇങ്ങനെ കൊടുക്കുന്ന പരിപാടിയല്ല. ശുശ്രൂഷ പിടിച്ചോ ഇപ്പോഴങ്ങനെയൊക്കെ അല്ലേ, പിടിച്ചോ പ്രാപിച്ചോ എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് അങ്ങ് അലച്ചോളൂ, പിടിച്ചോ പ്രാപിച്ചോ എന്നൊക്കെ പറഞ്ഞു. ഇത് അങ്ങനെയുള്ള പിടിച്ചോ പ്രാപിച്ചോ അല്ല. ആ മീറ്റിങ്ങിന് പോകാത്തവർക്ക് കിട്ടത്തില്ല എന്നുള്ള പരിപാടിയല്ല. ഇത് ക്രമീകരണം പ്രാപിക്കുമ്പോൾ സഹോദരന്മാർ, സഹോദരിമാർ, പ്രായമുള്ളവർ, ചെറുപ്പക്കാർ, ഒരുപോലെ ഒരു വ്യത്യാസമില്ല. ദൈവം ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോട് ചെയ്ത് തികയ്ക്കുമ്പോൾ ദൈവം അടുത്ത വിഷയം ദൈവം ഏൽപ്പിക്കും. അങ്ങനെയാണ് ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും സ്വർഗരാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യത്തിന് ഈ അടുത്ത വിഷയം ഏൽപ്പിക്കുന്ന കൂട്ടത്തിൽ അതിൽ എന്തൊക്കെ ഉണ്ടെന്നറിയാം? അടുത്ത സെക്ഷൻ ആ ദൗത്യം ചെയ്യുവാനുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. ആ പാക്കേജിൽ അതിനുള്ള കൃപയുണ്ട്, അതിനുള്ള ജ്ഞാനമുണ്ട്. അതിന് സാമ്പത്തിക വിഷയമാണോ, ആൾക്കാർ കൂടി നിൽക്കണോ, വിശ്വസ്തർ ആത്മീയർ കൂടി നിൽക്കണോ, അങ്ങനെയുള്ള ദൈവത്തിന് അറിയാം. അടുത്ത ജോലി ഏൽപ്പിക്കുന്ന കർത്താവ് അതിനുള്ള കാര്യങ്ങളെല്ലാം ആരെ ഏൽപ്പിക്കും? അറേഞ്ച് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ഇറങ്ങണ്ട. ഹല്ലേലൂയ. കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ സ്വർഗം അറേഞ്ച് ചെയ്യും. അവിടെ ഇവിടെ നമ്മൾ കണ്ടു, ആ ശുശ്രൂഷ ഒന്ന് കറക്റ്റായിട്ട് മുൻപോട്ട് പോകുവാൻ വേണ്ടി നിങ്ങൾ പ്രാപിക്കണം. എന്നിട്ട് അങ്ങനെ നിങ്ങൾ നിൽക്കുമ്പോൾ ദൈവം നിങ്ങളെ എന്ത് ചെയ്യും? വീണ് പോകാതെ നിങ്ങളെ ഉറപ്പിച്ച് സ്ഥിരപ്പെടുത്തും എഴുതിയിരിക്കുന്നത്. ഈ 2-ാം അധ്യായം നമ്മളത് 17-ാമത്തെ വാക്യത്തിൽ വായിച്ചോളൂ. വലിയവനായി ദൈവം നിങ്ങളെ ഉറപ്പിക്കട്ടെ, സ്ഥിരപ്പെടുത്തട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഈ സ്പിരിറ്റ് ഓഫ് ഡിസ്റ്റർബൻസ് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ഇന്ന് ആ സഹോദരനെ കണ്ടില്ല, ഇന്നലെയും ഒരു സഹോദരൻ വിളിച്ചു. താൻ കട്ടപ്പനയിലുള്ള ഒരാളാണ്, ഇവിടെ കുഴിവേലിപ്പടിയിൽ താമസിക്കുന്നു, ജോലി ചെയ്യുന്നു, വിശ്വാസത്തിൽ വന്നു. താൻ ക്ഷീണിച്ചു പോയി, പിന്മാറിപ്പോയി. വിശ്വാസത്തിൽ വന്നേ ഉള്ളൊരു ഇതിൽ നിന്ന് വിശ്വാസി വന്നു. തന്നെ ഉടനെ പിടിച്ച് ആരോ പാസ്റ്റർമാർ ബൈബിൾ കോളേജിൽ ആക്കി. ബൈബിൾ കോളേജിൽ ചെന്നപ്പോൾ അവിടുത്തെ അവസ്ഥകൾ ക്യാമ്പസിനേക്കാൾ വളരെ മോശമായിരുന്നു. താൻ അതൊക്കെ പറഞ്ഞ് മടുത്തുപോയി. അവിടുത്തെ ടീച്ചർമാർ ഈ ഫിലോസഫിക്കൽ, ഏത് ബൈബിൾ കോളേജാണെന്ന് ഞാൻ പറയുന്നില്ല, ഫിലോസഫി പഠിപ്പിച്ച് എന്തോ ഒരു ലെവലിലേക്കൊക്കെ പോകുന്നു. അവിടെ ഒരു ദൈവസാന്നിധ്യമില്ല, ഒരു താൻ ആഗ്രഹിച്ച ദൈവവചനമൊന്നും അല്ല അവിടെ കിട്ടുന്നത്. താൻ ഒത്തിരി ക്ഷീണിച്ചു പോയി. ഒറ്റയ്ക്കാണ് താൻ. തന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിരാശനായി പോയി, ക്ഷീണിച്ചു പോയി. താനിപ്പോൾ ഒരു ജോലിയിൽ പ്രവേശിച്ചു. എങ്കിലും എനിക്ക് പഴയതുപോലെ ഞാൻ പണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവനോട് ഇടപെടുമായിരുന്നു. പണ്ട് ഞാൻ വചനം വായിക്കുമ്പോൾ എനിക്ക് നല്ല വെളിപ്പാടുകൾ, സന്തോഷം, ദൈവം സംസാരിക്കുവാൻ, ആ ഒരു അനുഭവത്തിലേക്ക് തിരിച്ചു വരുവാൻ ആഗ്രഹിച്ച് ഈ പട്ടണത്തിലേക്ക് ദൈവം അയച്ചിട്ടുണ്ട്. തന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള ഒത്തിരി പേര്, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓട്ടത്തിൽ എന്തുണ്ടാവും? വി ഗെറ്റ് മൂവ്ഡ് അവേ. സ്വന്തം അങ്ങനെ വരാതിരിപ്പാൻ മേ ദ ലോർഡ് എസ്റ്റാബ്ലിഷ് യു ആൻഡ് ഗാർഡ് യു എന്ന് എഴുതിയിരിക്കുന്നത്. 2-ാം അധ്യായത്തിൽ 3-ാമത്തെ ദൈവം നിങ്ങളെ സ്ഥിരപ്പെടുത്തട്ടെ, ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ, ബലപ്പെടുത്തട്ടെ, സ്ഥിരപ്പെടുത്തട്ടെ. നമുക്ക് ഈ ദിവസങ്ങൾ ആവശ്യം എന്തുവാ? ഒരു സ്ഥിരതയാണ്. യെസ്, ഒരു ബലമാണ്. ഹല്ലേലൂയ. പ്രൈസ് മേ ദ ലോർഡ് എസ്റ്റാബ്ലിഷ് യു. ഹല്ലേലൂയ. ഒരു സ്ട്രോങ് ഫൗണ്ടേഷനാണ് നമുക്ക് ഈ ദിവസങ്ങൾ ആവശ്യം. ആരെങ്കിലും ഈ ഫൗണ്ടേഷനിൽ നിന്ന്, ഈ പ്രമാണത്തിൽ നിന്ന് മാറി മറ്റെന്തെങ്കിലും പഠിപ്പിച്ചാൽ അവരെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ നിൽക്കുന്ന മണ്ണ് ഏതായിരിക്കണം?
ഒരു ഉറപ്പുള്ള ഉപദേശത്തിലും അടിസ്ഥാനത്തിലും ആയിരിക്കണം. അല്ലാതെ കൂടുതൽ പേരങ്ങോട്ട് വരുമ്പോൾ അങ്ങനെയും ആയിരിക്കാം. കാര്യം എനിക്കിപ്പം അവരോടൊന്നും പറഞ്ഞിട്ട് ഞാൻ എന്തിനാ അവരോട് പറയാം? പല ദൈവദാസന്മാർ ഈ നാളുകൾ പറയുന്ന കാര്യമാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ, പക്ഷേ ഞാൻ പ്രസംഗിക്കുമ്പോൾ ആൾക്കാർക്ക് ഇതാ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്നത്. എന്തോ ദൈവമക്കൾ, ഇന്നത്തെ പ്രധാന വലിയ ഫേമസ് ആയിട്ടുള്ള നിങ്ങൾ കേൾക്കുന്നില്ലായിരിക്കും, ദൈവമക്കൾ മുഴുവൻ കേൾക്കുന്ന വലിയ വലിയ ദൈവദാസന്മാർ പറയുന്ന കാര്യമാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ, പക്ഷെ ആൾക്കാർക്ക് ഇതാ ഇഷ്ടമായിട്ട് ഞാൻ പ്രസംഗിക്കുന്നത് അടിസ്ഥാന ഉപദേശമൊക്കെ മാറ്റി അങ്ങ് പ്രസംഗിക്കുക. 4-ാമത്തെ വാക്യം, ഞങ്ങൾ ആജ്ഞാപിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെന്നും നേരാനും ചെയ്യുമെന്നും ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് കർത്താവിൽ ഉറച്ചിരിക്കുന്നു. ഐ ഹാവ് എ കോൺഫിഡൻസ്. ഈ ദൈവമക്കളിൽ പൗലോസിനൊരു ഉറപ്പുണ്ട്. ആജ്ഞാപിക്കുന്ന നാളുകളൊന്നും ദൈവദാസന്മാർ ആജ്ഞാപിക്കാൻ പോയാൽ വലിയ പ്രശ്നമാണ്. പക്ഷേ ഒരു ഉപദേശം അല്ലെങ്കിൽ മാറേണ്ട ഏരിയകൾ കർത്താവ് പറഞ്ഞാൽ ദൈവദാസന്മാർ ധൈര്യമായിട്ട് കൃപയോടുകൂടി അത് പറയണം. ഇന്നവരല്ലേ, ആ ആൾക്കാരല്ലേ, ഈ ആൾക്കാരല്ലേ, അവരിനി സഭയിൽ നിന്ന് പോയെന്നിരിക്കും. സഭയിൽ നിന്ന് പോകുന്നതും സഭയിൽ നിന്ന് വരുന്നതും ഒക്കെ തീരുമാനിക്കുന്നത് ആരാ? സ്വർഗമാണ്. ഇനി ഇവിടെ സ്റ്റേഡിയം മുഴുവൻ കൂടിയാലും കർത്താവ് നമ്മുടെ മധ്യത്തിലില്ലെങ്കിൽ കൂടിയിട്ട് എന്ത് കാര്യം? അതേ മക്കളെ, ഒരു എക്സിബിഷൻ ഗ്രൗണ്ടിൽ കൂടിയ പോലെയുള്ളത്, കുറച്ച് സൗണ്ട് കേട്ട് പോകാം എന്നല്ലേ ഉള്ളൂ. കർത്താവ് നമ്മുടെ മധ്യത്തിലില്ലെങ്കിൽ എന്ത് കാര്യം? അതുകൊണ്ട് പൗലോസോട് പറയുക, ഞങ്ങൾ വചനത്തിൽ ഉറപ്പായിട്ട് ചില കാര്യങ്ങൾ ആജ്ഞാപിക്കുന്ന പോലെ നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർ, ക്രമം കെട്ട് നടക്കുന്ന ദൈവമക്കളിൽ നിന്ന് നിങ്ങൾ ദോസ് ഈവിൾ വൺസ് എന്നൊക്കെ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്, അവരിൽ നിന്ന് നിങ്ങൾ മാറി വേർപെട്ട് വ്യത്യസ്തരായി നിൽക്കുമെന്നും വചനത്തിൻ്റെ പ്രമാണത്തിൽ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ശീതവാനെയും ഉഷ്ണമാനെയും കർത്താവിന് വേണ്ട. ഞാൻ എൻ്റെ വായിൽ നിന്ന് what will I do? I will vomit you out of my mouth എന്ന് എഴുതിയേക്കുന്നത്. വോമിറ്റ് അറിയാമല്ലോ, ശരീരത്തിന് വേണ്ടാത്ത ഒരു വേസ്റ്റാണ് എന്ത് ചെയ്യുന്നത്? ശരീരം തന്നെ അതിനെ പുറത്തു തള്ളുന്നു, ഛർദ്ദിയിലായിട്ട് തന്നെ പുറത്തു തള്ളുന്നു. ആ ഒരു പദം, ആ ഒരു ഉദാഹരണമാണ് വലിയവനായ ദൈവം ഉപയോഗിച്ചിരിക്കുന്ന. ഈ അവിടുമല്ല ഇവിടുമല്ല, അതിനും ആമേൻ പറഞ്ഞ് ഇതിനും ആമേൻ. അവിടെ ആൾക്കൂട്ടമുണ്ട്, അപ്പം അതും ശരിയായിരിക്കും, ആമേൻ. ആൾക്കൂട്ടം നോക്കി ആമേൻ പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ബൈബിൾ എന്തോ പറഞ്ഞാൽ നീ ഏതെങ്കിലും ഒരു പ്രമാണത്തിൽ നിൽക്കണേ. ക്രൂശിൻ്റെ വചനമാണ് നീ വിശ്വസിക്കുന്നെങ്കിൽ അതിൽ നിൽക്കാം. അല്ലല്ലേ, ഈ ലോകത്തിൽ ചിലത് കിട്ടും, നന്മയും അങ്ങനെയുള്ള ജാതികൾ വിശ്വസിക്കുന്നുള്ള ഭൗമിക ദൂതിലാണ് നീ വിശ്വസിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? അല്ലാതെ അവിടും ഇവിടുമുള്ള നിപ്പ് തിന്നാൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്ന് നിന്നെ എന്ത് ചെയ്യും? കർത്താവ് പുറത്തങ്ങ് ഐ വിൽ വോമിറ്റ് യു, പുറത്ത് കളയും. അതുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങൾ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ഹാവ് എ കോൺഫിഡൻസ്. എന്നിട്ട് 5-ാമത്തെ വാക്യം, വീണ്ടും അവരെ അനുഗ്രഹിക്കുക. രണ്ടാമത്തെ തെസ്സലോനിക്ക ലേഖനമാ, അവസാനത്തെ അധ്യായമാ. അനുഗ്രഹിച്ച് അവരെ അനുഗ്രഹിക്കുക, കർത്താവിൽ അവരെ അനുഗ്രഹിക്കുക. അവർക്ക് കാശുണ്ടാകട്ടെ, കോടികളുണ്ടാകട്ടെ, ജോലിയിൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ, ദേശത്ത് മാനിക്കട്ടെ എന്നൊന്നും അല്ല. അങ്ങനെയല്ല അനുഗ്രഹിക്കുന്ന ഏതെങ്കിലും ലേഖനത്തിൽ നിങ്ങൾ കണ്ടോ? ഈ നാളുകളിൽ ആൾ കൂടാൻ വേണ്ടി പരിശുദ്ധാത്മാവ് വിട്ടുപോകുന്ന ദൈവദാസന്മാർ പറയുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ? ഞാൻ ഈ ആദ്യം പറഞ്ഞ കാര്യം, ഒരു അഭിഷേകമുള്ള അഭിഷക്തൻ ഒരിക്കലും അത് പറയത്തില്ല. ദൈവം പറയുവാൻ ഏൽപ്പിക്കുന്നത് അതുപോലെ അങ്ങ് പറയും. അതുകൊണ്ടല്ല നിങ്ങൾക്ക് പ്രയോജനമുള്ളത് ഒട്ടും മറച്ചു വെക്കാതെ പറയും എന്ന് അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന പോലെ ഇവിടെ എഴുതിയിരിക്കുക, മേ ദ ലോർഡ് ഡയറക്റ്റ് യു. ഹല്ലേലൂയ. എങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്യേണ്ടത്? ഒന്ന് ദൈവസ്നേഹത്തിൽ, ഇല്ലേ? ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ദൈവം നിങ്ങളെ നടത്തട്ടെ. ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ദൈവസ്നേഹം വരുവാൻ. ഈ കൂടുതൽ ദൈവസ്നേഹം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്തോന്നറിയാം? എൻ്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യത, ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളുണ്ട്. കഷ്ടപ്പെടുന്നവർ, നഷ്ടപ്പെട്ടു പോകുന്നവർ, കൺഫ്യൂഷനിലായിരിക്കുന്നവർ, ദുരുപദേശം കേട്ട് വിശ്വസിക്കുന്നവർ, ഈ സത്യത്തിൽ നിന്ന് മാറിപ്പോകുന്നവർ, പിന്മാറിപ്പോകുന്നവർ, അവരെ ഓർത്തായിരിക്കും എനിക്ക് ആത്മഭാരം. അപ്പം ഇപ്പോഴുള്ള ദൈവസ്നേഹത്തെക്കാൾ കൂടുതൽ ദൈവസ്നേഹത്തിൽ കർത്താവ് നിങ്ങളെ നടത്തട്ടെ. അതൊരു ശുശ്രൂഷ. കൂടുതൽ ദൈവസ്നേഹവും അതുപോലെ തന്നെ കൂടുതൽ സഹിഷ്ണുതയും. അത് ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണോ? ഈ സഹിഷ്ണുത എന്തിനാണ്? സഹിക്കുവാൻ. എന്ത് സഹിക്കുവാനാണ്? ദൈവം അനുവദിക്കുന്ന കഷ്ടതയും തീച്ചൂളയും. അപ്പോൾ കൂടുതൽ കഷ്ടതയും തരട്ടെ, കൂടുതൽ ദൈവസ്നേഹവും തരട്ടെ എന്നല്ല എൻ്റെ അർത്ഥം. കൂടുതൽ സഹിഷ്ണുത തരട്ടെ എന്ന് പറഞ്ഞാൽ ഇനി ഉള്ള കാലത്ത് പൗലോസ് ഇപ്പോൾ ഈ ലേഖനം എഴുതുമ്പോൾ അത് അവർക്ക് എത്തുമ്പോൾ ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇനിയും ഒത്തിരി വിഷയത്തിന് വേണ്ടി ഒത്തിരി വില കൊടുക്കേണ്ടി വരും കർത്താവിന്. ഒത്തിരി കഷ്ടതയിൽ കൂടി കടന്നു പോകേണ്ടി വരും, ഒത്തിരി തീച്ചൂളയിൽ കൂടി കടന്നു പോകേണ്ടി വരും, ഒത്തിരി നീറുന്ന അവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ടി വരും. അവിടെ പെറുപെറുക്കാതെ
അവസാനം വരെയും സഹിക്കുന്നവനാണ് എന്ത് കിട്ടുന്നത്? ജീവകിരീടം നിത്യതയും കിട്ടുന്നില്ലേ? ദോസ് ഹു എൻഡ്യൂർ ടിൽ ദി എൻഡ്, യേശു പറഞ്ഞ കാര്യമല്ലേ? ആർക്കാണ് നിത്യത കിട്ടുന്നത്? അവസാനം വരെയും. അപ്പോൾ ഈ അവസാനം വരെയും സഹിക്കുവാനുള്ള ഒത്തിരി നമ്മളെ വേദനിപ്പിക്കുന്ന അവസ്ഥകൾ കൂടെയൊക്കെ ദൈവം അനുവദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സഹിഷ്ണുത തരട്ടെ. വാട്ട് എ ബ്ലെസ്സിങ്. ഇങ്ങനെ വല്ലതും ദൈവദാസന്മാർ ഈ കാലഘട്ടത്തിൽ ബ്ലെസ് ചെയ്താൽ ആ ദൈവദാസനെ പിന്നെ വിളിക്കത്തുമില്ല, ഒന്നും കൊടുക്കത്തുമില്ല, പറഞ്ഞു വിടുക മനുഷ്യനെ, ഇല്ലേ? ഹല്ലേലൂയ. ഇവിടെ ആത്മാവിൽ ദൈവദാസൻ പറയുക, കൂടുതൽ ദൈവസ്നേഹം തരട്ടെ, കൂടുതൽ സഹിക്കുവാനുള്ള സഹിഷ്ണുത നിങ്ങൾക്ക് തരട്ടെ. പ്രൈസ്. പരിശുദ്ധാത്മാവ് ബ്ലെസ് ചെയ്യുന്നത് ഇങ്ങനെ ദൈവമക്കളെ. അല്ല, എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ അവസാനത്തെ അധ്യായത്തിലേക്കാണല്ലോ, അതിൻ്റെ 6. സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഇവിടെ വീണ്ടും വീണ്ടും അത് തന്നെയാണ് ഓർപ്പിക്കുന്നത്. വീണ്ടും വീണ്ടും അക്രമം കെട്ടവർ, ദോസ് ഹു ആർ നോട്ട് വാക്കിംഗ് ഇൻ ഓർഡർ, വാക്കിംഗ് ഡിസോർഡർലി, ക്രമം കെട്ട് നടക്കുന്നവരെ നീ അവരെ ഉപദേശിക്കാൻ ശ്രമിക്കുക. ദൈവത്തിൻ്റെ വചനമാണല്ലോ. എല്ലാവരും അങ്ങോട്ട് സഭയ്ക്കകത്തുനിന്ന് പോകാം, നീ ശരിയല്ല പുറത്തു പോകും, സഭയും നീ ശരിയല്ല പുറത്തു പോകും. പിന്നെ ആര് കാണും? നല്ലൊരു ദൈവദാസൻ പറഞ്ഞാൽ പാസ്റ്ററും കാണും, പാസ്റ്ററിൻ്റെ കുടുംബവും കാണും, പാസ്റ്ററിൻ്റെ അതേ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമുള്ള കുറച്ച് വിശ്വാസികളെന്ന് വെച്ചാൽ മക്കൾ. എല്ലാവരും ഇങ്ങനെ പുറത്തു കളയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതല്ലല്ലോ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണം. അവരെ കറക്റ്റ് ചെയ്യുക, പണിയുക. അപ്പോൾ ഈ ഓർഡർ ഇല്ലാത്തവരെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അവരെ കറക്ഷൻ അവർ സ്വീകരിച്ചില്ലെങ്കിൽ യു സ്റ്റേ അവേ ഫ്രം ദം. അവരുമായിട്ടുള്ള കൂട്ടായ്മ എന്ത് ചെയ്യണം? പലരോട് അങ്ങനെയൊക്കെ പറയേണ്ട വന്നിട്ടുണ്ട്. ഞാൻ സ്നേഹിക്കുമെന്നും, പക്ഷെങ്കിൽ നമ്മൾ തമ്മിൽ ഇനി എന്തില്ല, ആത്മീയ കൂട്ടായ്മയില്ല എന്ന് ശരിക്കും പറഞ്ഞ ഒരു വ്യക്തി ആയതുകൊണ്ട് പലരോട്, ദൈവദാസന്മാരോടും ചിലരോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് പ്രാഗൽഭ്യത്തോട് ഇന്ന് ദൈവസന്നിധിയിൽ നിന്നും എനിക്ക് പറയാം, വചനം അതാ പറയുന്നത്. അങ്ങനെയുള്ളവരിൽ നിന്ന് നീ എന്ത് ചെയ്യണം? ക്രമം കെട്ട് നടക്കുന്ന ദൈവമക്കളിൽ നിന്ന്, ഇനി ദൈവദാസനായിക്കോട്ടെ ദൈവമക്കളായിക്കോട്ടെ, അങ്ങനെയുള്ളവരിൽ നിന്ന് നീ എന്ത് ചെയ്യണം? അകന്നുകൊള്ളണം. എന്നാൽ മാത്രമേ നിനക്ക് നിൻ്റെ ഈ ഓട്ടമുണ്ടല്ലോ സ്ഥിരതയോടുകൂടി, കാഴ്ചപ്പാട് മാറാതെ സന്തോഷത്തോടുകൂടി. ദൈവമക്കളെ, ഈ ക്രിസ്തീയ ജീവിതം സന്തോഷ ജീവിതമാണ്, ആനന്ദ ജീവിതമാണ്, സൗഭാഗ്യ ജീവിതമാണ്. ഇതിൻ്റെ അത് കഷ്ടതയുണ്ട്, സഹിഷ്ണുത, സഹിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. പലർ നിമിത്തം നീറുന്ന അനുഭവം ഉണ്ടായെന്നിരിക്കും, ആവശ്യങ്ങൾ ഒത്തിരി ഉണ്ടായെന്നിരിക്കും. പ്രമാണം വിട്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ ഒത്തിരി വില കൊടുക്കേണ്ടി വരും. നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ സഹിക്കേണ്ടി വരും. അപ്സ് ആൻഡ് ഡൗൺസ്, ഉയർച്ചകളും ഉണ്ട്, താഴ്ചകളും ഉണ്ട്. ഇതെല്ലാം ഉള്ള ഈ മരുഭൂമി യാത്രയിൽ അക്കരെ എത്തണ്ടേ? അതിൻ്റെ മധ്യത്തിൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന എല്ലാ അവസ്ഥയിൽ നിന്നും ഇനി 7ാമത്തെ വാക്യം വായിച്ചിട്ട് നമുക്ക് അടുത്ത ആഴ്ച കൂടുതൽ ചിന്തിക്കാം. ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല. ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെ? ആ ഓർഡർ കണ്ടു പഠിക്കണമെങ്കിൽ ആ ഓർഡർ ആരിൽ നിന്ന് പഠിക്കണം? പ്രാഗൽഭ്യത്തോടുകൂടി പരിശുദ്ധാത്മാവിനെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് പിശാചും കേൾക്കെ. നമ്മളൊരു കാര്യം, ഒരു ഡിക്ലറേഷൻ വെക്കുമ്പോൾ സ്വർഗം കേൾക്കുക, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കേൾക്കുക, പിശാചും കേൾക്കുക, ലോകം കേൾക്കുക. എല്ലാവരുടെ മുമ്പിൽ വെച്ചാൽ നമ്മളൊരു ഡിക്ലറേഷൻ പറയുന്നത്. അല്ല, ഇത് പല പ്രാവശ്യം അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങൾ എന്നെ അനുകരിപ്പീൻ. ഇവിടെ വീണ്ടും തെസ്സലോനിക്ക സഭയോട് പറയുക, അക്രമം കെട്ടവരിൽ നിന്ന് വ്യത്യസ്തം. അപ്പം പിന്നെ ആൾക്കാരും ചോദ്യം വരും, അപ്പം ഞാൻ എങ്ങനെ നടക്കണം? ഞങ്ങളെ കണ്ട് പഠിപ്പീൻ. അക്രമം പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കതൊന്ന് പറയാൻ പറ്റുമോ ദൈവമക്കളെ? സഭയിൽ പ്രബോധനമൊക്കെ സമയം 3 to 5 minutes കിട്ടുന്നതുകൊണ്ട് നിങ്ങളൊക്കെ തകർക്കുന്നുണ്ട്. നിങ്ങളുടെ അയൽവക്കക്കാരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾക്കത് പറയാൻ പറ്റുമോ? പക്ഷേ അയൽവക്കക്കാരെന്ന് മാത്രം പറയില്ല, ദേശം വിട്ടു വേണേൽ ഞാൻ പോയി വേറെ എവിടെയെങ്കിലും പോയി ദൂരെ പോയി പറഞ്ഞോളാം. അടുത്ത ജില്ലയിലോ അടുത്ത സംസ്ഥാനത്തിലോ മുമ്പിൽ പറഞ്ഞോളാം. അയൽവക്കക്കാരുടെ മുമ്പിൽ പറയാൻ എനിക്ക് പ്രാഗൽഭ്യമില്ല. കാര്യം അയൽവക്കക്കാർക്ക് അറിയാം എന്നെ ശരിക്കും. സ്തോത്രം, അവരല്ലേ എന്നും കാണുന്നത്. അല്ല, ഇവിടെ വളരെ പ്രാഗൽഭ്യത്തോടുകൂടി അപ്പോസ്തലൻ പറയുക, ക്രമം നടക്കുന്നവരെ വിട്ടുവീൻ, ഞങ്ങളെ കണ്ട് പഠിപ്പീൻ. നമ്മൾ ഓരോരുത്തരും ഒരു മോഡൽ പേഴ്സണായിട്ട്, ഒരു ഐഡിയൽ പേഴ്സണായിട്ട്, ഒരു മാതൃകയായിട്ട് ദേശത്ത് പറയണം. പഴയ പല ഭക്തരെ പറ്റി കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന വ്യക്തിയെ നോക്കുവീൻ. ജീവിതത്തിൻ്റെ ഓരോ പ്രായോഗിക ക്രിസ്ത്യ കുടുംബജീവിതം എങ്ങനെയാ? ഇന്ന വ്യക്തിയെ നോക്കുവീൻ. ശുശ്രൂഷ എങ്ങനെയാ? ഇന്ന വ്യക്തിയെ നോക്കുവീൻ. സാമ്പത്തിക വിഷയങ്ങൾ എങ്ങനെയാണ്?
ബിസിനസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ജോലിയിൽ സ്ഥലത്ത് എങ്ങനെ ആയിരിക്കണം, ഓരോ കാര്യത്തിനും ദൈവമക്കൾക്കൊരു പ്രമാണമുണ്ട്. അപ്പം ദൈവം തന്നെ സാക്ഷീകരിക്കണം, ഇന്ന വ്യക്തിയെ നോക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറയുവാൻ നമ്മളൊരു ഹാലിൽ ഒരു മോഡൽ പേഴ്സണായി തീരട്ടെ. നമ്മളെല്ലാം അനുകരിക്കേണ്ട മോഡൽ ഏതാ? മാറേണ്ട ഒത്തിരി ഏരിയകളുണ്ട്. ഇല്ല, നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് സമ്മതിക്കാം. ദൈവമക്കളെ, കണ്ണുനീരോടുകൂടി ഹൃദയനുറുക്കത്തോടെ ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഞാൻ എന്തോ ആയെന്നുള്ള ഭാവമൊക്കെ വിട്ടുപോയിട്ട് അങ്ങനെ ആ ഭാവം വരുന്നിടത്തോളം വളരത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ക്രമം കെട്ടവർ ഇനിയും എൻ്റെ ജീവിതത്തിൽ ആ വചനപ്രകാരമുള്ള ഓർഡർ, പരിശുദ്ധാത്മാവ് എൻ്റെ വിളി അനുസരിച്ചുള്ള ഓർഡർ അനുസരിച്ച് മാറുവാൻ ഒത്തിരി ഏരിയകളുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നമുക്കൊന്ന് സമ്മതിക്കാൻ ദൈവമക്കളെ, അതിനകത്തൊരു തെറ്റുമില്ല. ഒന്ന് പ്രാർത്ഥിക്കാം, നമുക്കൊന്ന് കരയാം. കർത്താവെ, എവിടൊക്കെ മാറ്റം വരണമോ കർത്താവ് എന്നെ പണിയണമേ. ദൈവത്തിൻ്റെ അത് എത്ര വേദനയുണ്ടെങ്കിലും, ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന വിഷയങ്ങൾ അതൊക്കെ വിടേണ്ട വന്നാലും കർത്താവെ വ്യക്തമായിട്ട് എന്നോട് സംസാരിക്കണമേ, ഒന്ന് പണിയണമേ. ഹല്ലേലൂയ. ആ ഏരിയകളൊക്കെ ജയം പ്രാപിക്കുവാനും ബലം പ്രാപിക്കുവാനും എൻ്റെ മേൽ എന്ത് ചെയ്യണം? ബലം പകരണം. കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ ബലം പകരണം. കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാൻ ബലം പകരണം. ഈ സത്യപ്രമാണത്തിൽ വിശ്വസിക്കുവാൻ, മനസ്സിലാക്കുവാൻ, മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ കർത്താവ് എന്ത് ചെയ്യണം? ജ്ഞാനവും ശക്തിയും കൃപയും തരണം. ദൈവം തരുന്ന ഓരോ അവസരവും അത് ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കുവാൻ. നമ്മളെ അത് നീറി നമ്മളെ നിരാശപ്പെടുത്തി വിഷമിച്ച് പല വിഷയങ്ങൾ അങ്ങോട്ടിട്ട് നമ്മളെ കുഴച്ച് നമ്മൾ ഒരു ഉണ്ടല്ലോ ഒരു വല്ലാത്ത അവസ്ഥയിൽ, ഒന്നിനും നമ്മളെ കൊള്ളാത്ത ഒരവസ്ഥയിൽ, സ്വർഗരാജ്യത്തിന് ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരവസ്ഥയിലാക്കുവാൻ ദുഷ്ടൻ ശ്രമിക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്കിന്ന് പ്രാർത്ഥിക്കാം, നമുക്കിന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. ബലം പകരണമേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞിട്ട് ഇത്രയും പ്രാവശ്യം ബൈബിൾ ഡിസോർഡർലി ദോസ് ഹു വാക്ക് വിത്തൗട്ട് ഓർഡർ എന്ന് പറയുമ്പോൾ കർത്താവ് അങ്ങനെയുള്ളവർ സ്വീകരിക്കത്തില്ലെന്നല്ല എൻ്റെ അർത്ഥം. വ്യക്തിത്വത്തിൽ പ്രശ്നങ്ങൾ കാണും, മാറ്റണം. അത് ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയാണ്, അതിനൊരു ടെർമിനോളജീസ് ഉണ്ടല്ലോ, ഒത്തിരി ടെർമിനോളജി ഉണ്ട്. ഞാൻ അതിനിപ്പോൾ സൈക്കോളജി അനുസരിച്ചും ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ഇപ്പോൾ ആൾക്കാരൊക്കെ കുറച്ചുകൂടെ ഒക്കെ വിവരം വെച്ച് തുടങ്ങി. കുറേ റീൽസും ഇതൊക്കെ. ഞാനിങ്ങനെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇത്രയും നാൾ, അതിൻ്റെ പേരിങ്ങനെ ഇല്ലേ, ഞാനിങ്ങനെ ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ഒരു വ്യക്തിയുമായിട്ടിരുന്ന് കഴിഞ്ഞാൽ നീ സ്വർഗത്തിൽ പോകത്തില്ല. നീ ആരെ പോലാകണം? യേശുവിനെ പോലാകണം. അപ്പോൾ എല്ലാ ഏരിയയിലും ഒരു ഓർഡറിനായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് ഒരു ഗൈഡായിട്ടും ടീച്ചറായിട്ടും സഹായകനായിട്ടും കൂടുണ്ട്. ബലം പകരും. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ.